മത്തായി സുവിശേഷം 24, 32, 33, 34 വാക്യങ്ങൾ. മത്തായി 24, 32, 33, 34 വാക്യങ്ങൾ വായിച്ചാട്ട് കുഞ്ഞ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വേനൽ ഒരു യുദ്ധം ഇസ്രായേലിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ശ്രദ്ധയോടെ ഇരിക്കണം. അടുത്തത് വായിക്കാം. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ, അതെല്ലാം ഈ മലയാളിയും കാണും, അറബിയും കാണും, നൈജീരിയക്കാരനും കാണും, അമേരിക്കക്കാരനും ഇതെല്ലാം കാണും ഇസ്രായേലിന്റെ വാർത്ത. അടുത്തത് വായിക്കാം. അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. കോവിഡ് കാലത്ത് ഒരുത്തൻ കർട്ടന് പിൻപിൽ ഞാൻ എല്ലാം റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് ആ വാർത്ത നിങ്ങൾ കാണും. അതാ കോവിഡ്. മുമ്പോട്ട് ഞാൻ ചിന്തിക്കാം. അടുത്തത് ഇതൊക്കെയും സംഭവിക്കുവോളം ഇതെല്ലാം പൊട്ടകുളത്തുകാരും ചങ്ങനാശ്ശേരിക്കാരും മാമൂടുകാരും തെങ്ങണക്കാരും എല്ലാം കാണും. കോട്ടയം ഡിസ്ട്രിക്റ്റുകാരില് പത്രത്തിൽ കൂടെ മീഡിയയിൽ കൂടെ ഈ വാർത്തകളെല്ലാം കാണും. അടുത്തത് ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന്. ഈ പ്രസംഗം കേൾക്കുന്ന 95% പേരും ശവപ്പെട്ടിക്കകത്ത് കയറി പോകത്തില്ല. അതിനു മുമ്പ് ഏലിയാവ് പോയതുപോലെ അമേരിക്കയിലെ ഇലിനോയിലും കെൻഡക്കിയിലും അടിച്ച ചുഴലിക്കാറ്റടിക്കുന്നത് പോലെ നാം പോകും. അവസാനം അത് നിർത്താം. അടുത്തത് വായിച്ചാട്ടെ. ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാനല്ല പറഞ്ഞത്, യേശു ഒലിവുമലയെ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ക്ലിയർ ആയിട്ട് പറയുന്നത്. അടുത്തത് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. അതല്ലേ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാറ്റും യെല്ലോയും മാംഗോയും ബ്ലഡും ബ്ലൂ അലർട്ടും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന. ബാക്കി എവിടെങ്കിലും ഞാൻ പറഞ്ഞുതരാം. അടുത്തത് എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്നത് വചനം. ദ വേർഡ് ഓഫ് ദ ഗോഡ്, ദ ഓൺലി ട്രൂത്ത്, ഏക സത്യം വചനം. സ്തോത്രം. പിന്നെ യേശു ഇന്ന് വരും നാളെ വരുമെന്ന് ആരെങ്കിലും ഞാൻ പോയതിനു ശേഷം പറഞ്ഞാലും അവന്റെ പേര് കള്ളപ്രവാചകൻ. വായിച്ചാട്ട് മോനെ, അതുകൂടെ അങ്ങ് വായിച്ചാട്ട്. ആ നാളും നാഴികയെ വരുന്ന ദിവസത്തെ സംബന്ധിച്ച് 30 വരും, 31 വരും, 28 വരും, ഒരു പെങ്കച്ചു പറയുന്ന 22 തന്നെ വരുമെന്ന. സ്വോത്രം. ഇതെല്ലാം കള്ളമായത്, കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകൻ. ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ സ്വർഗത്തിലെ ദൈവം പുത്രനോട് പറയും, മോനെ പോയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങളെ കൈകളിൽ എടുത്തോളാം. സ്വോത്രം. അതിന്റെ പേരാ ഉൽപ്രാപണം, റാപ്ചർ. മിണ്ടുന്നില്ല. സ്വോത്രം. വചനം പഠിച്ചോ പൊട്ടുകുളം. കണ്ട് ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ ആയിരുന്നില്ല. കൂടെ വരുന്ന ദൂതനും അറിയത്തില്ല, യേശുവിനും അറിയത്തില്ല. പിന്നെ സജു ജാത്തന്നൂർ പറയാം 2028 യേശു വരുമെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കള്ളപ്രവാചകൻ എന്ന. സ്വോത്രം. പിതാവ് അറിയാതെ യേശു വരത്തില്ല. പിന്നെ പലരും ചോദിക്കും ഇന്ന് വരും. വേണ്ട. മത്തായി 26 എഴുതിയിട്ടുണ്ട്, രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടുമ്പോൾ അവൻ മടങ്ങി വരും. അർത്ഥം, യേശുവിന്റെ രക്ഷാ സന്ദേശം 262 രാഷ്ട്രങ്ങളിലും 7 വൻകരകളിലും പ്രസംഗിക്കുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. സ്തോത്രം. അങ്ങനെയെങ്കിൽ സമയത്തെ കൂട്ടിക്കുറിക്കുന്ന കള്ളപ്രവാചകൻ വരവിന്റെ 4 ലക്ഷണങ്ങൾ കോവിഡിലേക്കാ പോകുന്നത്. 1, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ് ഇസ്രയേലാകുന്ന അത്തി. മത്തായി 21 അവൻ ഒലിവുമലയിൽ നിന്ന് ബേത്വകയ്ക്കും ബെഥാന്യയ്ക്കും എതിരെ വരുമ്പോൾ വഴിയരികിൽ വെച്ചൊന്ന് വിശന്നു. അത്തിയെ നോക്കി. മത്തായി 21 വാക്യം ഞാൻ തൊടുന്നില്ല, സമയം നീണ്ടുപോകുക. അപ്പോൾ അതിൽ ഫലം കണ്ടില്ല. അപ്പോൾ യേശു പറഞ്ഞു, ഇതിൽ യാതൊരു ഫലവുമില്ല, ഇത് ഉണങ്ങിപ്പോകട്ടെ. ക്ഷണനേരത്തിൽ അത് ഉണങ്ങിപ്പോയി. 24 യേശു പറഞ്ഞു, ക്രൂശീകരണത്തിന് ശേഷം യുഗത്തിന്റെ അന്ത്യത്തിൽ ഈ അത്തി തളിർക്കും. ഇസ്രായേൽ അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കും. അവൻ ലോകം മൊത്തം പടരും. യഹൂദനില്ലാതെ ഒരു കാര്യവും ലോകത്തിൽ നടക്കത്തില്ല. 2018 മറ്റോ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പൊട്ടകുളത്ത് വന്നപ്പോൾ ഇങ്ങനെ പ്രസംഗിച്ചു. ഇസ്രയേലിന്റെ ചാര സോഫ്റ്റ്വെയർ രാഹുൽ ഗാന്ധിയുടെ പെങ്ങൾ അഥവാ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്ക ഗാന്ധിയുടെ വാട്സപ്പ് ചോർത്തിയെന്ന് ഞാൻ അന്ന് മുഴുവൻ പ്രസംഗിച്ചു. ഇസ്രയേലിൽ കൃത്യമായി എനിക്ക് വിവരം തരുന്നൊരു മോൻ എന്നോട് വിളിച്ചു പറഞ്ഞു, അങ്കിള് പ്രസംഗിക്കണം, ഇവിടുന്ന് ഒരു സോഫ്റ്റ്വെയറിനകത്ത് വിവരം ചോർത്തിയിട്ടുണ്ട്, ഇവിടെ വാർത്ത കാണിക്കുന്നു പ്രിയങ്കയുടെ വാട്സപ്പ് ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിന്റെ ചാര സോഫ്റ്റ്വെയർ ചോർത്തി. അന്ന് ഞാൻ വഴിനീള കാനത്തും പൊട്ടകുളത്ത് മാമൂട് കൺവെൻഷനിലും പാമ്പാടിയിലും മണർകാടും എല്ലാം പ്രസംഗിച്ചു. ഇസ്രയേൽ സകലരെയും വാർത്ത ചോർത്തിക്കൊണ്ടിരിക്കുക. അന്ന് ചില ഫേസ്ബുക്കിനകത്ത് പെന്തിക്കോസുകാർ പോസ്റ്റ് ഇട്ടു, ചാത്തന്നൂർ ചെകുത്താൻ സംസാരിക്കുന്നെന്ന്. സ്വോത്രം. ഇന്നലെ പാർലമെന്റിനകത്ത് കണ്ടില്ലേ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ 2017 ഇസ്രയേലിൽ ചെന്നപ്പോൾ അന്ന് ഇസ്രയേലിലെ പ്രധാനമന്ത്രിയായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു.
200 കോടി കരാർ ഒപ്പിട്ടപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു. അതിന്റെ പേര് പെഗാസസ്. കേട്ടവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വോത്രം. അന്ന് എനിക്ക് ഇസ്രായേലിൽ നിന്ന് വിവരം കിട്ടിയതാ. സജു ചാത്തൻ ഒരു പൊട്ടകുളത്ത് മുഴുവൻ പ്രസംഗിച്ചത്. രാഹുൽ ഗാന്ധിയുടെ പെങ്ങള് പ്രിയങ്ക, ഇപ്പൊ ഉത്തർപ്രദേശിൽ കറങ്ങുന്ന സഹോദരി, മെസ്സേജ് അയച്ചത് ഇസ്രായേൽ ചോർത്തിയെന്ന്. സ്വോത്രം. ഇപ്പൊ എല്ലാവരും ചോർത്തിയിലെ പെഗാസസ് സോഫ്റ്റ്വെയർ. NSO ഇസ്രായേലിന്റെ കമ്പനിയിൽ നിന്ന് അമിത്ഷായി മോഡി സാറുടെ സോഫ്റ്റ്വെയർ മേടിച്ചെങ്കിൽ ഞങ്ങൾ പറഞ്ഞ പ്രവചനം ഇന്നലെ രാത്രിയിലും ടെലിവിഷൻ കണ്ടവർക്കറിയാം. ഇന്ത്യൻ പാർലമെന്റിനകത്ത് എല്ലാവരും ഇസ്രായേലിനെ പറ്റി വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെഗാസസ് പോരെ. ഈ തലമുറ കർത്താവ് വരും. അത്തി തളിർത്തു കൊമ്പിളതായി. ബാക്കി രാത്രി അവസാനം പറയുമ്പോൾ അറിയാം ഈ തലമുറ കർത്താവ് വരും. തീർന്നില്ല. അങ്ങനെയെങ്കിൽ 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചിട്ടുണ്ട്. 1, അത്തി അവന്റെ രാഷ്ട്രീയം. 2, മുന്തിരി അവന്റെ ആത്മീയം. ഒലിവ് സൗന്ദര്യം. ബൈബിൾ റെഫറൻസ് ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. ഇസ്രായേൽ രാഷ്ട്രീയം. 2, അവൻ മുന്തിരി അവന്റെ ആത്മീയം. എവിടാ? യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും. എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെ അവൻ വെട്ടിക്കളയുന്നു. അവന്റെ ആത്മീയം. 3, സൗന്ദര്യം. കല്യാണത്തിൽ ഇത് വായിക്കാത്ത ഒറ്റ കല്യാണ മണ്ഡപവും കാണത്തില്ല. അവന്റെ സൗന്ദര്യമാ. സങ്കീർത്തനം 128:1. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്ത്. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ. സ്വോത്രം. വചനം ക്ലിയർ മനസ്സിലാകണം. സ്വോത്രം. അവന്റെ ഇത്രയും ക്ലിയർ ആയിട്ട് വരുന്ന അത്തി രാഷ്ട്രീയം, മുന്തിരി ആത്മീയം, ഒലിവ് സൗന്ദര്യം. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ പെഗാസസ് കാണണം. ഇസ്രയേല് ലോകം മൊത്തം റെഡിയാക്കണം. റഫാൽ യുദ്ധവിമാനം ഇന്ത്യക്ക് കൊടുക്കാൻ ഇടനില നിൽക്കണം. എയർപോർട്ടുകളിൽ അവന്റെ റഡാർ വരണം. ഫാസ്ടാഗ് എന്ന് പറയുന്ന സംവിധാനം അമിത്ഷായ്ക്ക് കൊടുക്കണം. ഇതെല്ലാം നിങ്ങൾ കാണുമ്പോൾ ഒരുവൻ അവൻ അടുക്ക വാതിൽക്കൽ. ആരാടുക്ക്? യേശുവല്ല, അവന്റെ പേര എതിർ ക്രിസ്തു. അങ്ങനെയെങ്കിൽ ഒരുവൻ കോവിഡിന്റെ മറവിൽ രംഗപ്രവേശം ചെയ്യുന്നു. ഏക ലോക ഭരണം. വീഡിയോയിൽ ആ കുഞ്ഞുങ്ങൾ അത് നോട്ട് ചെയ്യും. ന്യൂ വേ വേൾഡ് ഓർഡർ ഒരുവന്റെ കയ്യിലേക്ക്. എന്തുകൊണ്ട് ഒരുവന്റെ കയ്യിലേക്ക് ലോകം പോകും? കോവിഡ് ഉടനെ ഒന്നും തീരത്തില്ല. ഞാൻ എന്നേ പറഞ്ഞു 4.5 വർഷം ഈ കോവിഡ് ഭൂമിയിൽ കാണും. അതിനുശേഷം ഇനി കാലാവസ്ഥാ വ്യതിയാനത്തിലും കാണും. ഇതിന്റെ DNA കട്ടായാലൊക്കെ ആദ്യം നോവൽ കൊറോണ ചൈനയിൽ നിന്ന്, 2019 COVID-19 ഉപ്പും പുളിയും പോയി. B117 തലയ്ക്ക് വേദന ന്യൂമോണിയ കെന്റ്. അത് കഴിഞ്ഞിട്ട് പനി വിറയൽ ഡെൽറ്റ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒമിക്രോൺ, ഒരു ഫ്ലൂ പോലെ. ഇനി അവന്റെ ജനിതക മാറ്റം പുറേ വരും, പാമ്പ് പടം പൊഴിക്കുന്നത് പോലെ. അങ്ങനെയെങ്കിൽ കോവിഡിന്റെ മറവിൽ എന്തോ നടക്കും? ലോക രാജ്യങ്ങളുടെ സമ്പദ്ഘടന തകരും. എന്നുവെന്ന് ഈ വാക്സിൻ എടുക്കാൻ പറ്റുമോ? എടുത്തവർക്കെല്ലാം പിന്നെയും വരുക. സ്വോത്രം. എന്നുവെന്നും കോവാക്സിനും കോവിഷീൽഡും ഒക്കെ എടുക്കാൻ പറ്റുമോ? കോഴിക്ക് തമിഴ്നാട്ടിൽ നിന്ന് കുത്തുന്ന പോലെ ഡെയിലി ഇവിടെ ബൂസ്റ്റും ഹോർലിക്സും കുത്താൻ പറ്റുമോ? ഇനിയും ബൂസ്റ്റർ ഡോസ്, ഹോർലിക്സ് ഡോസ്, ഇതൊന്നും പറ്റത്തില്ല. വാക്സിൻ ഒന്നും ഇതിനൊരു രക്ഷയല്ല. അപ്പം ഇതിന്റെ പിൻപിൽ ഈ രോഗങ്ങളെല്ലാം നിർത്തുവാൻ ആര് വാക്സിനുമായിട്ട് കണ്ടീഷൻ ചെയ്യാൻ വരും? ഈ സാമ്പത്തികം തകരും. കോവിഡ് വാക്സിൻ മുഖാന്തരം എല്ലാ നാളും കിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ഒരടച്ചടിയിൽ പോയ ജനം മരിക്കും. അങ്ങനെയെങ്കിൽ ഇതിന്റെ രംഗപടത്തിന് മുമ്പിൽ ഒരുവൻ രംഗപ്രവേശം ചെയ്യും. കോവിഡ് ഞാൻ തീർത്തു തരാം, ജനത്തിന് ആഹാരം ഞാൻ കൊടുക്കാം, കസേരയെല്ലാം എൻ്റെ കൈ തന്നേരെ, ഞാൻ ഉലകത്തെ ഭരിക്കാം. വെളിപ്പാട് 13:1. അപ്പോൾ 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമടിയും, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം. ഇന്നത്തെ ഗ്രീസ്, അതിൻ്റെ കാൽ കരടിയുടെ കാൽ. ഇന്നത്തെ ഇറാൻ, അതിൻ്റെ വായ് സിംഹത്തിന്റെ മുഖം. അതിന് മഹാസർപ്പ ഏതനി കണ്ട കുഞ്ഞു പാമ്പ് പറയും, നീ ഇവിടെ ഇരുന്നോ കസേര. വലിയ ശക്തി, അധികാര സിംഹാസനം. ഇംഗ്ലീഷ് മസിൽ പവർ, മണി പവർ, റിവൈസ്. ഈ പൊട്ടുകുളം കൺവെൻഷനിൽ കേൾക്കുന്നവർ ഇതെല്ലാം നോട്ട് ചെയ്യണം. നാളെ നിങ്ങൾക്കും പ്രസംഗിക്കാം. തീർന്നില്ല. ദാനിയേൽ എഴുതിയിരിക്കുന്നുണ്ട്, ബാബേലിന്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ. റഫറൻസ് ദാനിയേൽ 8, 21, 24, 25. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് ബാബേൽ മാറി, മേദ്യപാർസ്യ മാറി, ഗ്രീസ് മാറി, റോം മാറി. ഇപ്പൊ ജനാധിപത്യ ഭരണം നടക്കുമ്പോൾ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ
അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, കോവിഡിന്റെ മറവിൽ ഒരുവൻ എഴുന്നേറ്റ് വരുന്നു. അവന്റെ പേര് ന്യൂ വേ വേൾഡ് ഓർഡർ. ഇംഗ്ലീഷ് ഒന്നുകൂടെ പറഞ്ഞാൽ വൺ വേ വേൾഡ് ഓർഡർ. മലയാളം ഏകലോകഭരണം. തുമ്പകെട്ട ഇടയൻ, നാശയോഗ്യൻ, അധർമ്മമൂർത്തി, അധർമ്മത്തിന്റെ മർമ്മം, ചെറിയ കൊമ്പ്. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. മറ്റൊരുവൻ 3.5 വർഷം ഭരിക്കുവാൻ അവൻ എഴുന്നേറ്റ് വരും കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ. ബൈബിൾ എത്ര യുഗം? 10 യുഗം. 1 ദൂതന്മാർ, 2 നിൽക്കൽമശം, 3 മനസാക്ഷി, 4 ന്യായപ്രമാണം, 5 സങ്കലനം, 6 കൃപായുഗം. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. പലർക്ക് സംശയം, IPC എടുക്കൂ, ചർച്ച കോഡ് എടുക്കൂ, ഫുൾ ഗോസ്പൽ എടുക്കൂ, ബാപ്റ്റിസ്റ്റ് എടുക്കൂ. ഇതല്ല. ഈ ദൈവസഭ, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടത്തിന്റെ പേരാ ദൈവസഭ. സ്വോത്രം. അവറാച്ചാന്റെ തോമാച്ചാന്റെ സഭയല്ല. പരിശുദ്ധാത്മാവിനാൽ ആത്മാവിലെ സത്യത്തിലും ആരാധിച്ച് നിത്യരക്ഷയെ കരസ്ഥമാക്കി വചനപ്രകാരമുള്ള മാനസാന്തരമേറ്റ് നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പേരാ ദൈവസഭ, ദൈവമക്കളുടെ കൂട്ടം. അത് മലയാളം ഒരു പരുന്ത് വന്ന് കോഴിക്കുഞ്ഞിനെ റാഞ്ചുന്ന പോലെ കാകളം കേൾക്കും സഭ. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാവും. ഇപ്പൊ അതിന്റെ വാക്യം വായിക്കും. അത് കഴിഞ്ഞാൽ ആന്റി ക്രൈസ്റ്റ് വരെ ഞാനെല്ലാം ശരിയാക്കി തരാം. അങ്ങനെയെങ്കിൽ കോവിഡിന്റെ മറവിൽ അവന് വരാൻ 5 കാര്യം റെഡി. അത് പറയുമ്പോൾ സന്ദേശം: 1 മനുഷ്യന്റെ രേഖ മൊത്തവും അവനൊരു കമ്പ്യൂട്ടറിൽ കൊണ്ടുപോകും. 2 രാജ്യങ്ങളെ 2 ചേരിയിലാക്കും. 3 മതത്തിനകത്ത് അവൻ അധികാരം പിടിക്കും. 4 ജനങ്ങളെ മുഴുവൻ അവൻ ഇളക്കും. 5 നമ്മളെ കണ്ടീഷൻ ചെയ്ത് നിർത്തുവാൻ, യാത്ര ചെയ്യാനായി ലോകത്തിന്റെ നെറുകയിൽ ഇന്നൊരു കോഡ് അവൻ കൊണ്ടുവന്നു: വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ്. ഇതെല്ലാം ജനത്തെ കണ്ടീഷൻ ചെയ്ത് നിർത്താനാ, അവന്റെ മുദ്ര പതിപ്പിക്കുവാൻ. അങ്ങനെയെങ്കിൽ ന്യൂ വേ വേൾഡ് ഓർഡർ വരുമ്പോൾ എന്ത് സംഭവിക്കും? മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക് പോകും. തീർന്നില്ല. ഇനി നമ്മുടെ ചിന്ത വെളിപ്പാടിലേക്ക്. ഡേറ്റ ഒരുവന്റെ കയ്യിലേക്ക് പോകുമോ? ശ്രദ്ധയോടെ ഇരിക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ രോഗങ്ങളാ ഹാർട്ടിന്റെ ബൈപ്പാസ്, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ 15-16, ക്യാൻസർ 35 ലക്ഷം. ഇതിനൊക്കെ നമ്മൾ എവിടെ പോയാലും, ഇത് കോട്ടയം ജില്ല, കാരിത്താസിപ്പാം, മാതേപ്പാം, ഭാരതിപ്പാം, ചെത്തിപ്പുഴപ്പാം, അവിടെ ചെന്ന് അവർ രോഗിയെ കൊണ്ട് ചെന്നാൽ അവർ വീട്ടഡ്രസ് ചോദിക്കും, മൊബൈൽ ഫോൺ നമ്പർ കോണ്ടാക്ട് ചോദിക്കും. ഇതുവരെ അവർ തിരിച്ചറിയൽ കാർഡ് ചോദിച്ചിട്ടില്ല. പക്ഷേ കോവിഡ് വാക്സിൻ 9 വാക്സിൻ വിപണിയിൽ. 1 കോവാക്സിൻ, 2 കോവിഷീൽഡ്, 3 സിനാഫി, 4 എക്സോസിഡി 24, 5 ഓക്സ്ഫോർഡ്, 6 സ്പുട്നിക്, 7 ഫൈസർ, 8 മഡോണ, 9 ജോൺസൺ ആൻഡ് ജോൺസൺ. ഇപ്പോഴാ പുതിയ പേര് പലതും വരുന്നത്. ഇതെല്ലാം ഇറങ്ങിയ സമയത്ത് വാക്സിൻ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 1 ഇന്ത്യയിൽ ആധാർ കൊടുക്കണം, സൗദിയിൽ പാസ്പോർട്ട് കൊടുക്കണം, ദുബായിൽ എമിറേറ്റ്സ് ഐഡന്റിറ്റി കൊടുക്കണം, കാനഡയിൽ കാനഡ ഐഡന്റിറ്റി കൊടുക്കണം, അമേരിക്കയിൽ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കൊടുക്കണം, ഇസ്രായേലിൽ ഇന്ത്യൻ പാസ്പോർട്ട് കൊടുക്കാതെ വാക്സിൻ ഇല്ല. അങ്ങനെയെങ്കിൽ കോവിഡിന്റെ മറവിൽ മനുഷ്യന്റെ ഡേറ്റ മുഴുവനും ഒരുവന്റെ കയ്യിലേക്ക് പോകുന്നു. അർത്ഥം വരാൻ പോകുന്നു 666 മുഖംപടിയോട് അന്ത്യകാലത്ത് എതിർ ക്രിസ്തുവിന്റെ ഭരണം. മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിൽ. ഇവിടെ പൊട്ടകുളത്ത് ആരെങ്കിലും വാക്സിൻ എടുക്കാൻ അക്ഷയയിലോ സേവന കേന്ദ്രത്തിലോ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ അവർ ലിങ്ക് ചെയ്യും. എന്നിട്ട് പറയും, ചേച്ചി പൊക്കോ, സ്ലോട്ട് വരും. എവിടെ സ്ലോട്ട്? നമ്മുടെ മൊബൈലിനകത്ത് സ്ലോട്ട് വരും. ഇത്രാം തീയതി പത്തനാട് സ്കൂളിൽ ചെല്ലുമ്പോൾ നമുക്ക് വാക്സിൻ എടുക്കാം. അർത്ഥം ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിലേക്ക് അന്ത്യകാലം. ഇവിടെ നിങ്ങൾ അക്ഷയയിൽ എടുക്കുമ്പോൾ ഇതെവിടെ ചെല്ലും? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ചെല്ലും. ഇതെവിടെ ചെല്ലും? എയിംസിൽ ചെല്ലും. ഇതെവിടെ ചെല്ലും? WHO ചെല്ലും. അത് കഴിഞ്ഞിട്ട് ഇതെവിടെ ചെല്ലും? യുണൈറ്റഡ് നേഷൻസ്. കണ്ടില്ലേ? പണ്ട് ഇത് പ്രസംഗിച്ചാൽ ശരിയാവോ? കോവിഡ് വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, ക്ലിയർ, എല്ലാവരും തിരിച്ചറിയൽ കാർഡ് എടുത്തോണം. ഈ 900 രൂപയുടെ വാക്സിൻ എടുക്കണമെങ്കിൽ മനുഷ്യന്റെ രേഖ മുഴുവൻ, മൈക്രോസോഫ്റ്റിന്റെ തന്ത്രം, എല്ലാവരുടെയും രേഖ ഒരു കമ്പ്യൂട്ടറിൽ എല്ലാ രാജ്യത്തും മൊബൈലുമായിട്ട് കണക്ട് ചെയ്ത് ആധാർ ലിങ്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ബാർകോഡ് ഒരു സെൻട്രൽ കമ്പ്യൂട്ടറിലേക്ക് ചെല്ലുന്നു. അന്ത്യകാലം. തീർന്നില്ല. നമ്മൾ ഒരു വാക്സിൻ എടുക്കുമ്പോൾ നമ്മുടെ ആധാർ അടിച്ചു നോക്കിയാൽ പറയും അടുത്ത വാക്സിൻ എന്നെടുക്കണം, നമ്മൾ എന്ന് വാക്സിൻ എടുത്ത്. ഇതെല്ലാം കിട്ടും. തീർന്നില്ല. ഇതൊരു കമ്പ്യൂട്ടറിൽ കിട്ടുമോ? പണ്ട് പ്രസംഗിച്ചാൽ ആൾക്കാർ പറയും തെറ്റ്.
പക്ഷേ ഇന്നൊരു കമ്പ്യൂട്ടർ കിട്ടിയില്ലേ? നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദിവസം രാവിലെ എയിംസിലോട്ട് പോയിട്ട് പറഞ്ഞെന്തോ 100 കോടി പേർ വാക്സിൻ എടുത്തു. ഇത് ഏത് ആശുപത്രി വിവരം കൊടുത്തു? ഇല്ല. പ്രധാനമന്ത്രിയുടെ മുമ്പിലിരിക്കുന്ന കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് വഴി അദ്ദേഹത്തെ കാണിച്ചു, ഇന്ത്യയിൽ 100 കോടി പേർ വാക്സിൻ എടുത്തു. അതുകൊണ്ടാണ് നിങ്ങളുടെ മൊബൈലിനകത്ത് ഇടയ്ക്ക് റിംഗ് ടൂൺ വരുന്നത്, ഇന്ത്യ ഹാസ് ഗോയിങ് 100 crores people take to vaccine. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇതാര് പറഞ്ഞു? കോട്ടയം മെഡിക്കൽ കോളേജുകാർ പറഞ്ഞു, കറുകച്ചാല താലൂക്ക് ആശുപത്രി പറഞ്ഞു, ഇവിടുത്തെ PHC-കാരൻ പറഞ്ഞു, മാതാക്കാരൻ പറഞ്ഞു, ഭാരതകാരൻ പറഞ്ഞു. ഇല്ല, നമ്മൾ ഇവിടെ ആധാറിനകത്ത് ലിങ്ക് ചെയ്ത് നമ്മുടെ കൈക്കകത്ത് കോവാക്സിൻ കയറുമ്പോൾ അല്ലെ കോവിഷീൽഡ് കയറുമ്പോൾ നമ്മുടെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിനകത്ത് പോകുന്നു. അന്ത്യകാലം ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ, ഒരുവന്റെ കയ്യിലേക്ക് ഭരണമെത്തുവാൻ വേണ്ടി കോവിഡിന്റെ മറവിൽ മനുഷ്യന്റെ ഡേറ്റ മുഴുവൻ ഒരു കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നു. ദാറ്റ് മീൻസ് ദ ന്യൂ വേൾഡ് ഓർഡർ. ഇവിടുത്തെ ഒരുപക്ഷെ ഇത് കോട്ടയം പാർലമെന്റ് ആയിരിക്കും. കോട്ടയം പാർലമെന്റിലെ MP-ക്ക് അറിയാം ഇവിടെ എത്ര പേരുണ്ടെന്ന്. ഒരുപക്ഷെ ഇവിടുത്തെ MLA-ക്ക് അറിയാം ഓരോ വാർഡിലും എത്ര പേരുണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ആന്റി ക്രൈസ്റ്റ് ഭരിക്കുവാൻ വരുമ്പോൾ അവന്റെ കമ്പ്യൂട്ടറിനകത്ത് കാണാം ഓരോ രാജ്യത്ത് ഇത്ര പേരുണ്ട്, ഇത്ര പേർ ജീവിച്ചിരിപ്പുണ്ട്. മുഴുവൻ ഒരു കമ്പ്യൂട്ടറിലേക്ക് വരുമെങ്കിൽ ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്തി. ഇതിന്റെ പേരാ ന്യൂ വേൾഡ് ഓർഡർ, അന്ത്യകാലം. ഇന്ന് രാത്രി പൊട്ടുകുളമേ, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി കോവിഡിന്റെ മറവിൽ. ഇന്ന് രാത്രി ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു, നീതി സൂര്യൻ വെളിപ്പെടാറായി. നമ്പർ 1, all data for human being. Are you going Akshaya or Janasevanam? Going to AIMS, then going to the central computer system PM office. That data is transferred to United Nations. Also that data is going WHO, World Health Organization. അത് അവർ പറയുന്ന ഇത്ര പേര് മരിച്ചു, ഇത്ര പേർ വാക്സിൻ എടുത്തു. അന്ത്യകാല സംഭവം. 2, കോവിഡ് ഇവിടെ ആഞ്ഞടിക്കുമ്പോൾ വേറൊരു സംഭവം നടക്കുന്നു. 2009 മുതൽ രാജ്യങ്ങൾ തകരുന്നു. കണ്ടോ, നാട്ടുമാങ്ങ വീഴുന്നത് പോലെ. ഇനിയുള്ള കാര്യം ശ്രദ്ധിക്കണം. 2009 മുതൽ ആഫ്രിക്കയുടെ വടക്കേറ്റത്ത് തുടങ്ങിയത് മലയാളം അതിന് വിളിച്ച അറബ് വസന്തം. വസന്തമൊന്നുമല്ല, കുഞ്ഞുങ്ങൾ പാടുന്നത് പോലെ ഭരണകൂടങ്ങൾ തകരുന്നു. ആഫ്രിക്കയിൽ തുടങ്ങി ടുണീഷ്യ, അൾജീരിയ, അത് കഴിഞ്ഞ് ഈജിപ്തിലെ ഭരണകൂടം തകർന്നു. അതിന്റെ പേരാ ഹോസ്നി മുബാറക്ക് ജയിലിൽ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നടന്നു. എവിടെയാ? സുഡാനിൽ ഭരണകൂടം തകർന്നു. മലയാളി പെൺപിള്ളേർ കരഞ്ഞുകൊണ്ട് വന്ന കാഴ്ച നിങ്ങൾ കണ്ടു കോട്ടയത്ത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭരണം നടന്നു. ലെബനോനിൽ കേണൽ ഗദ്ദാഫിയെ പൈപ്പിലിട്ട് വെടിവെച്ചു കൊന്നു. തീർന്നില്ല, സിറിയ കരയുന്നു. ഇന്ന് രാത്രി ലിബിയ കത്തുന്നു. ലെബനോൻ കരയുന്നു. യമൻ മലയാളി നേഴ്സുമാർ കരഞ്ഞുകൊണ്ട് വന്ന കാഴ്ച. സൗദി അറേബ്യയിലെ പള്ളിയിൽ ബോംബ് പൊട്ടിയ കാഴ്ച മലയാളി കണ്ടു. കുവൈറ്റിൽ നിങ്ങളുടെ സ്വന്തക്കാർ ഇന്ന് രാത്രി മീഡിയ കാണുന്നെങ്കിൽ എഴുതാം, ഷേഖിനെ വേണ്ട, വി ഡോണ്ട് വാണ്ട് ഷേഖ്, ജനകീയ ഭരണം. തീർന്നില്ല, ബഹ്റിനിൽ അതിനുശേഷം എന്താ? തീ കത്തിച്ച് റോഡിൽ എറിയുന്നു. കൊടുങ്കാറ്റിന് മുമ്പിട്ടൊരു ശാന്തതയായിരുന്നു ഈ ഭരണകൂടത്തിൽ. പക്ഷേ കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ ഒരുവൻ തകർന്നു. അതിന്റെ പേരാ താലിബാൻ. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. 20 വർഷം അമേരിക്ക ഒരു കുഞ്ഞിനെ കൈവച്ചിരുന്നത് പോലെ കൊണ്ട് നടന്ന അഫ്ഗാന് താലിബാന്റെ കയ്യിലിട്ട് കൊടുത്തിട്ട് അമേരിക്ക ഓടിപ്പോയി. എന്തിനാ ഓടിപ്പോയത്? അമേരിക്കയുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ടാണ് താലിബാൻ വിട്ടുകൊടുത്ത്. അങ്ങനെയെങ്കിൽ ഈ താലിബാൻ ഒരു യുദ്ധത്തിന്റെ ശ്രുതിയിലേക്ക് പോകാൻ പോകുന്നു. ഒരു ഗ്രൂപ്പ് ഇസ്രയേലിനെതിരെ എഴുന്നേൽക്കാൻ പോകുന്നു. ആരൊക്കെ? താലിബാൻ, പാകിസ്ഥാൻ, അത് കഴിഞ്ഞ് വരുന്നു ഇറാൻ, അത് കഴിഞ്ഞ് ഇറാഖ്, റഷ്യ, ചൈന, അത് കഴിഞ്ഞ് കാണാൻ പോകുന്നു തുർക്കി. ആന്റി ക്രൈസ്റ്റിന് മുമ്പ് ഒരുവൻ, യേശുവിന് മുമ്പ് അപ്പോസ്തലനായ യോഹന്നാൻ വന്നോല് ആന്റി ക്രൈസ്റ്റിന് മുമ്പ് ഒരുത്തം വന്ന്, അവന്റെ പേര് തൊയ്ബ് എർദോഗൻ. തുർക്കിയില് ഹാഗിയ സോഫിയ പള്ളി പിടിച്ചടക്കിയവൻ. അവനെല്ലാം കൊടുത്തു. തുർക്കിയോട് ചേർന്നൊരു നദിയുണ്ട്, ഇറാഖിനപ്പുറം യൂഫ്രട്ടീസ് ടൈഗ്രീസ്. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അത് കഴിഞ്ഞ ആ പാത ചെന്നെത്തുന്നത് ലെബനോനിലാ. അവിടെ ചെന്ന് ഇസ്രയേലിന്റെ മണ്ടയ്ക്കടിക്കുവാൻ ഒരു റോഡ് ശരിയായി കോവിഡ് കാലത്ത്. അതിന്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ബൈബിളിനകത്തുണ്ടോ ചൈനയുടെ സിൽക്ക് പാത? വായിച്ചാട്ട് മോനെ, നാട്ടുകാർ കേൾക്കട്ടെ. പൊട്ടുകുളം കൺവെൻഷൻ, യെശയ്യാ പ്രവചനം 19:21. ഇതെവിടെ ചെല്ലാൻ പോകുന്നത് ലോകം അറിയട്ടെ. യെശയ്യാ പ്രവചനം 19:21, ചൈനയുടെ സിൽക്ക് പാത. വീഡിയോയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് റെക്കോർഡ് ചെയ്തു. ദാ കാണുന്ന ചൈനയുടെ സിൽക്ക് പാത. യെശയ്യാ പ്രവചനം 19:21. വായിച്ചാട്ട് മോനെ. അന്നാളിൽ മിസ്രൈമിൽ നിന്ന്
അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂര്യർ മിസ്രൈമിലേക്കും. അന്നാളിൽ അശൂരിൽ നിന്ന് മിസ്രൈമിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അശൂര ഇന്നത്തെ സിറിയ, അത് കഴിഞ്ഞ മിസ്രൈം, ഈജിപ്റ്റ്, ഈ 3 സ്ഥലത്ത് നിന്നും യഹൂദനെ ആക്രമിക്കുവാൻ ഇന്ന് ചൈന ഉണ്ടാക്കുന്ന പാതയാ ചൈനയുടെ സിൽക്ക് പാത. അതിന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇന്നത്തെ താലിബാന്റെ കയ്യിൽ ഭരണം വീണത്. അന്ത്യകാലം അഫ്ഗാനെ കയ്യിൽ കൊടുത്തു. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി കടന്നാൽ തുർക്കി കയറിയാൽ ലെബനോനിൽ കൂടി ആ പാത പോയാൽ അതെവിടെയെത്തും? സിറിയയിലും അതുപോലെ ഈജിപ്തിലും നിന്ന് ഇസ്രയേലിനെ അടിക്കാനുള്ള പാതയാ ചൈനയുടെ സിൽക്ക് പാത. കോവിഡ് കാലത്ത് ഒരു റോഡ് ആന്റിക്രൈസ്റ്റ് വെട്ടുന്നു. ഇതാ ബൈബിളിന്റെ തനിമ. ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ചൈന എന്തെന്നറിയാത്ത കാലത്ത് സർവശക്തനായ ദൈവം യെശയ്യാവിനോട് പറഞ്ഞു, അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഞാൻ ഉണ്ടാക്കുമെങ്കിൽ. ഇന്ന് രാത്രി പൊട്ടകുളത്ത് ഞങ്ങളെ കേൾക്കുന്ന ദൈവമക്കള്, ആകാശം മാറും, ഭൂമി മാറും, പ്രസംഗിക്കുന്നവൻ വീട്, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങൾ ഉയർത്തിയ വചനത്തിന് ഇന്ന് രാത്രി ഒരു മാറ്റവുമില്ല. ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിച്ചവന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് രാത്രി കാലം സമീപമായി, യേശു വരാൻ കാലമായി. ഇതൊരു അന്തിമ യുദ്ധത്തിൽ പോവുക. 4-ാം തീയതി പേപ്പർ വായിച്ചിട്ട് എനിക്ക് വേണേ ആർക്കും ഫോൺ ചെയ്യാം, പാസ്റ്ററെ പ്രസംഗം ശരിയായെന്ന് പറയും. ചൈനയുടെ ഒളിമ്പിക്സ് നടക്കുമ്പോൾ ഒളിമ്പിക്സ് വേദിയിൽ ഇമ്രാൻഖാനും റഷ്യയുടെ വ്ളാഡിമിർ പുടിനും ചൈനയുടെ ഷീ ജിൻപിങ്ങും ഇരിക്കുമ്പോൾ ഈ ബൈബിൾ ഇന്നത്തെ പ്രസംഗം കേൾക്കുന്നവർ പറയും പ്രസംഗം ശരിയായിരിക്കും. സ്വോത്രം. ഈ അറബ് രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളും 2 കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും ചേർന്ന് ഇസ്രയേലിനെ അടിക്കാൻ പോകുന്നു. ബൈബിളിൽ ഉണ്ടോ? അടി നടക്കും. വായിക്കാം അടുത്ത വാക്യം, യെഹെസ്കേൽ 39:1-2. കോവിഡിന്റെ അന്ത്യത്തെ ഒരു അടി നടക്കാൻ പോവാ. യെഹെസ്കേൽ 39:1-2. നീയോ മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. ഗോഗ് റഷ്യയെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. അടുത്തത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം റഷ്യയെ കുറിച്ച് അരുളി ചെയ്യുന്നു. രോഷ്, റഷ്യ, മേശക്, മോസ്കോ, രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, എന്നിവയുടെ തലവനായ കമ്മ്യൂണിസ്റ്റ് റഷ്യ, അവരുടെ നേതൃത്വം കൊടുക്കുന്ന റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. നിനക്ക് വിരോധമായി ഇപ്പൊ എഴുന്നേറ്റുകൊണ്ടിരിക്കുക. അത് അമേരിക്ക, ഉക്രൈൻ ഇപ്പൊ റഷ്യക്കെതിരെ നിൽക്കുന്നത്. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്ന പോലെ ഈറ്റുനോവിന്റെ ആരംഭം. പെന്തിക്കോസ്കാർക്ക് സന്തോഷമില്ല, കർത്താവ് വരണ്ടെന്ന വരും മക്കളെ. സ്വോത്രം. തീർന്നില്ല. ഇതെല്ലാം കണ്ണു തുറന്ന് കാണുന്ന അടുത്ത വാക്യം വായിച്ചാട്ടെ. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6-1 ശേഷിപ്പിച്ച്, റഷ്യയെ വെട്ടിമുറിക്കും, 6-1 ശേഷിപ്പിച്ച് നിന്നെ വടക്കേറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് സിറിയയിൽ കൂടെ നിന്നെ എവിടെ കൊണ്ടുവരും? വൈര് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. ഇതിന്റെ പേരാ 3-ാം ലോക മഹായുദ്ധം. ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ അഫ്ഗാൻ വീഴുമ്പോൾ, താലിബാൻ റെഡിയാകുമ്പോൾ, ചൈനയിൽ 4-ാം തീയതി ഒളിമ്പിക്സ് കാണുന്ന തലമുറ പറയണം, എവരെ ഒരുമിക്കുമ്പോൾ എവിടെയോ ഒരു 3-ാം ലോക മഹായുദ്ധത്തിന്റെ റൂട്ട് ഇവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 3-ാം ലോക മഹായുദ്ധത്തിന്റെ വെടിവെച്ച ഇസ്രയേലിന്റെ മണ്ണിനകത്ത് കേൾക്കുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഇവിടെ കേൾക്കുവാൻ കാലമായി. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്ത്? യേശു പറഞ്ഞു, ഇസ്രയേൽ തളിർക്കണം. കോവിഡിന്റെ മറവിൽ അവൻ അടുക്ക വാതിൽക്കൽ. നമ്പർ 1, the data is going a central server. Number 2, all world, the crown prince are God. The last one, America withdrawal in Afghanistan. അന്ത്യകാലം, മേക്ക് എ കൊറിഡോർ, ചൈനയുടെ സിൽക്ക് പാത. അവൻ യുദ്ധത്തിന് കളമൊരുക്കുന്നു, മനുഷ്യന്റെ ഡേറ്റ. അതേ സമയത്ത് മതങ്ങളെ അവൻ കയ്യിലെടുക്കുന്നു. അന്ത്യകാലം. 3 കാര്യം കൂടെ പറയുമ്പോൾ നിർത്താം, വിഷമിക്കണ്ട. ആര്? ദാ കാണുന്നു, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനെ കാണാൻ കോവിഡ് കാലത്ത് മോഡി സാർ പോയി. G20 ഉച്ചകോടി. ഈ 20 വാല് മുറിയുന്ന മുറിയും 10 ആവും. അപ്പോൾ സഭ എടുക്കപ്പെടും. മാർപ്പാപ്പ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നരേന്ദ്രമോദി അങ്ങ് യഥാർത്ഥ പിതാവാണെന്ന്. സ്തോത്രം. കണ്ടോ? കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷന് ക്രൈസ്തലോട് കൊടുക്കുവാൻ കോവിഡ് കാലത്ത് മോഡി സാറ് പോയി. അപ്പോൾ മതങ്ങളെയും രാഷ്ട്രീയത്തെയുമല്ല ആന്റി ക്രൈസ്റ്റ് കയ്യിലെടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 13:1,
ഒരു മൃഗം സമുദ്രത്തിൽ. വെളിപ്പാട് 13:11 രണ്ടാമത്തെ മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പ്. അർത്ഥം, 1, ഈ മാർപ്പാപ്പ രാഷ്ട്രീയത്തിൽ ഇടപെടും, 2 മതത്തിൽ ഇടപെടും. ഇപ്പൊ മാർപ്പാപ്പ എല്ലാരോടും പറയുന്നത് എന്തുവാ? ഗ്ലോബൽ വാർമിംഗ്, ആഗോളതാപനം തീർക്കണം. ഇസ്രായേൽ പലസ്തീൻ അടിയുണ്ടായപ്പം മാർപ്പാപ്പയുടെ ജോലി എന്താ? ഇസ്രായേലിനോട് വിളിച്ചു പറയുന്ന അടി നിർത്താൻ. അർത്ഥം, 2 കൊമ്പ് കുഞ്ഞാടിനുള്ളതുപോലെ, 1 കൊമ്പിൽ മതം, മറുകൊമ്പിൽ രാഷ്ട്രീയം. ദാ കിടക്കുന്നു. മാർപ്പാപ്പയെ കാണുവാൻ മോഡി സാർ ഈ കോവിഡ് കാലത്ത് 80 വയസ്സ് മേളിലുള്ളവർ പുറത്തിറങ്ങരുതെന്ന് പറയുമ്പോൾ മാർപ്പാപ്പയ്ക്ക് പ്രൈസ്തലോട് കൊടുക്കുന്നു. മോഡി സാർ പറയുന്നു ഇന്ത്യയിലേക്ക് സ്വാഗതം മതത്തിനകത്ത്. ദാ കിടക്കുന്നു. ഇറാഖിൽ മാർപ്പാപ്പ ദാ കഴിഞ്ഞ മാർച്ചിൽ ഇവിടെ മൊത്തം കോവിഡ് അടിച്ചപ്പോൾ ഷിയ നേതാവിനെ കാണുവാൻ മാർപ്പാപ്പ ഇറാഖിൽ പോയി. എന്തിനു വേണ്ടി പോയി? ഇന്ന് രാത്രി നാം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ലൂലുവിൻ്റെയും പെൻഡലൂണിൻ്റെയും ആദിത്യയുടെയും മോർമോറിൻ്റെയും വാൾമാർട്ടിൻ്റെയും എല്ലാം വലിയൊരു മാൾ ഇറാഖിൽ പണിയുന്നു. അതിൻ്റെ പേര് മഹദിയാം ബാബിലോൺ. തീർന്നില്ല. സക്കരിയ 5:11 അവർ അവൾക്ക് ശീനാർ ദേശത്തൊരു വീട് പണിയുന്നു. ആ വീട് പണിഞ്ഞപ്പോൾ മാർപ്പാപ്പ പ്രൈസ്തലോട് പറയുവാൻ ഷിയ നേതാവിനെ കാണുവാൻ മാർച്ചിൽ പോയി. മാർപ്പാപ്പ പുറകെ ഞാൻ കാര്യം പറഞ്ഞുതരാം. എന്താണ്ട് കത്തോലിക്ക സഭ പരമാധ്യക്ഷനും മാതാ അമൃതാനന്ദമയും അന്ത്യകാലത്ത് കോവിഡ് കാലത്ത് കൈ കൊടുക്കുന്നു. ഇതെവിടെ? സകല മതങ്ങളെ ഒരു വെടിയിൽ കൊണ്ടുവരുന്നു. തീർന്നില്ല. സിറിയയിൽ പോയി IS ഭീകരതയെ അപലപിച്ചു. സിറിയയിലെ പള്ളിയിൽ ഒരു മുസ്ലിം പുരോഹിതനുമായി കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ പ്രൈസ്തലോട് കൊടുക്കുന്നു. കോരിന്ത്യ ലേഖനം അവിശ്വാസികളുമായി ഇണയില്ല പിണ കൂടരുതെന്ന് പറയുമ്പോൾ ദാ കിടക്കുന്നു. ഒരുമിച്ച് പള്ളിക്കകത്ത് നിസ്കരിക്കാൻ ഈ കത്തോലിക്ക പരമാധ്യക്ഷൻ ഏകലോക മതത്തിന് വേണ്ടി പോകുന്നു. തീർന്നില്ല. കാലം ചെയ്ത ശിവഗിരി മഠാധിപതി വത്തിക്കാനിൽ പോയി മാർപ്പാപ്പയെ കാണാൻ. എല്ലാ മതത്തിലും ഈ കോവിഡ് കാലത്ത് കത്തോലിക്ക സഭ അംഗീകാരത്തിലേക്ക് കൊണ്ടുവരുന്നു. തീർന്നില്ല. സിറിയ കഴിഞ്ഞിട്ട് പാത്രിക് സഭയുടെ അധ്യക്ഷനുമായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അന്ത്യകാലത്ത് പ്രൈസ്തലോട് കൊടുക്കുന്നു. ഇതിന്റെ പേരാ ന്യൂ വേൾഡ് റിലീജിയൻ. അന്ത്യകാലത്ത്. തീർന്നില്ല. അടുത്തത് അബുദാബിയിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അവിടെ ഇറങ്ങി. അബുദാബിയിലെ മതകാര്യ നേതാവ് പ്രൈസ്തലോട് കൊടുത്തു. എന്നിട്ട് കത്തോലിക്ക സഭ അധ്യക്ഷൻ പറഞ്ഞതാ, നമ്മളെല്ലാം അബ്രഹാമിന്റെ മക്കളാ, ഒരുമിച്ച് ചായ കുടിക്കണമെന്ന്. സ്വോത്രം. ബാക്കി ഞാൻ അവസാനം തീരുമ്പോ പറയാം. ഇന്നത്തെ സംഭവം. തീർന്നില്ല. അത് കഴിഞ്ഞിട്ട് ദാ കിടക്കുന്നു. നല്ലോണം ഒന്ന് എടുത്തോടെ മീഡിയ ലൈവ്. മത ഏകീകരണത്തിനായി ലോക നേതാക്കൾ. ഇതിന്റെ പേരാ ഏകലോക മതം. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപ്പാപ്പ, പിന്നെ അത് കഴിഞ്ഞിട്ട് അമൃതാനന്ദമയി അമ്മച്ചി, പ്രകാശാനന്ദ, ഭൂമി വിറ്റ കർദിനാൾ ആലഞ്ചേരി, അറക്കുന്ന പിതാവ്, തൂങ്കുഴി, പഴയാറ്റിൽ, കുടിയാറ്റിലെല്ലാം താടിക്കുന്ന അന്ത്യകാലത്ത്. ഇനി ഇതിനകത്ത് ഒരു കൂട്ടവും കൂടെ ചെന്നാൽ മതി, നമ്മുടെ പെന്തിക്കോസുകാരൂടെ ചെന്നാൽ മതി. പക്ഷെ എന്തുകൊണ്ട് അവർ പോകുന്നില്ല? അവർക്ക് ഇതുവരെ ഓഫർ വന്നിട്ടില്ല. കവർ കിട്ടിയാൽ നമ്മുടെ ആൾക്കാരും അവിടെ ചെല്ലും. അന്ന് രാത്രി എൻ്റെ കർത്താവ് വരും. സ്വോത്രം. ദാ കിടക്കുന്നു. മത ഏകീകരണത്തിനായി ലോക നേതാക്കൾ ഒരുമിക്കുന്നു. The new way world order coming. Number 1, all data going a computer. Number 2, the China Silk Corridor. വരുന്നു ഒരന്തിമ യുദ്ധം. 3, സകല മതത്തെയും ഈ കോവിഡ് കാലത്ത് കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ കയ്യിലെടുക്കുന്നു. ഒരേക ലോക മതം, ഒരു ഭരണം വരുന്നതിന് മുമ്പായി. 4, അവൻ ജനത്തെ ഇളക്കും. എവിടെ ഇളക്കും? ഇതും 2009 അന്ത്യകാലം. 2009 ജനത്തെ ഇളക്കുന്ന ഒരു പരിപാടി ഉണ്ടായി. തുടങ്ങിയത് അമേരിക്കയിലെ വാൾ സ്ട്രീറ്റ്. തൊഴിലല്ലെങ്കിൽ ജയിൽ. 48 മണിക്കൂർ പണിമുടക്ക് നടന്നു. അതെവിടത്തേക്ക് വന്നു? എവിടം വരെ വന്നെന്നറിയാമോ? അത് ബ്രിട്ടനിൽ വന്നു. ബ്രിട്ടനിൽ വന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? ഞങ്ങൾക്ക് കുർബാനയിൽ ശമ്പളം കൂട്ടിത്തരണം. ചൈനയിൽ കുഞ്ഞുങ്ങൾ ഇറങ്ങി ടിയാമൻ സ്ക്വയർ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വെടിവെച്ചു കൊന്നു. തീർന്നില്ല. അതെവിടെ വന്നെന്നറിയാമോ? ഗൾഫിലെ ഷേഖുമാരുടെ കാർ തടഞ്ഞു, ശമ്പളം കൂട്ടാൻ മലയാളികളും തമിഴ്നാട്ടുകാരും. തീർന്നില്ല. അത് ഡൽഹിയിൽ വന്നു. ഒരപ്പച്ചൻ ഡൽഹിയിൽ വിസിലടിച്ചു. അണ്ണാ ഹസാരെ. കേട്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അന്ന് ഡൽഹിയിൽ ഒരു പാർട്ടി വന്നില്ലേ, നമ്മുടെ സഹോദരിമാർക്ക് ഇഷ്ടമല്ലാത്ത പാർട്ടി, ചൂല് പാർട്ടി. ആരാ ഭരിക്കുന്ന? കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്, BJP അല്ല ഭരിക്കുന്നത്. അവന്റെ പേര് തന്നെ ഒരു വാള്, കേജ്രിവാൾ. സ്വോത്രം. കണ്ടില്ലേ? സൈക്കിളിനകത്ത് നടക്കുക. അങ്ങനെ പിടിച്ചു പഞ്ചാബിലും ഗോവയിലും കയറി. അന്ന് ആപ്പ് പാർട്ടി ഡൽഹിയിൽ വന്നു. ജനമിളകിയില്ലേ? മൻമോഹൻ സിംഗിന്റെ ആത്മകഥ ഞാൻ വായിച്ചു. 3 രാത്രി പുള്ളിക്കാർ ഉറങ്ങിയില്ലെന്ന്. സ്വോത്രം. നമ്മളാണെങ്കിൽ പാസ്റ്റർമാർ 3 രാത്രി ഉറങ്ങാതിരിക്കുകയാണ്. മൻമോഹൻ സിംഗ് ഉറങ്ങിയില്ലെന്ന്. ഞാൻ വിചാരിച്ച PG വർഗീസ് സാറിന്റെ കൺവെൻഷന് പോയോ, അതോ ഡൽഹി ജോയിച്ചാൻ നടക്കുന്ന കൺവെൻഷന് പോയോ? അപ്പോഴാ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുക,
ഈ അണ്ണാകസാരെ അപ്പച്ച ഒരു വിസിലുമായിട്ട് കയറി എൻ്റെ 3 ദിവസത്തെ ഉറക്കം പോയെന്ന് 72 മണിക്കൂർ സ്വോത്രം. അന്ന് വന്നില്ലേ സകല രാഷ്ട്രങ്ങളിലെ ഉറക്കം കെടുത്തി. അത് കഴിഞ്ഞിട്ട് അതെങ്ങോട്ട് വന്നു? ലോകം മുഴുവൻ ജനമിളകുന്നു. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ആര് സമരം? SNDP സമരം, NSS സമരം, കിടന്ന് സമരം, ഇരുന്ന് സമരം, തീർന്നില്ല. ഇടുക്കി പൂപ്പാറ പോയാൽ മതി, പെമ്പിളൈ ഒരുമൈ. സഹോദരി ഗോമതിയോട് ഞാൻ ചോദിച്ചു എവിടുന്ന് കിട്ടി പവർ? അപ്പോഴാ സഹോദരി പറഞ്ഞ് ഈ സമരം എല്ലാം കണ്ടപ്പോൾ എനിക്ക് പവർ വന്നു. 3000 പെങ്കൊച്ചുങ്ങൾ ഇടുക്കിയിൽ ഇറങ്ങി തോട്ടം സമരം, പെമ്പിളൈ ഒരുമൈ. കോവിഡ് കാലത്ത് നിങ്ങൾ കണ്ടില്ലേ 1 ഗ്രാം വൈറസ് അനേകം പേരെ കൊന്നപ്പോൾ 10,000 ഒരു വർഷം സമരം നടത്തി. ഡൽഹിയിലെ കർഷക സമരം കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എത്ര ചർച്ച നടത്തിയിട്ട് പോലും അവസാനം കേന്ദ്ര ഗവൺമെന്റ് റിലയൻസിലെ അംബാനിയുടെയും കൈ ഇവിടുത്തെ കർഷകരെ ഏൽപ്പിക്കാൻ പോയപ്പോൾ 1 വർഷം ജനം റോഡിലിളകി സമരം ചെയ്തു. അന്ത്യകാലം ഹരിയാന, അംബാല, സിംഗു, സകല സ്ഥലത്ത്, എവിടെ? ഡൽഹിയിലെ മധുര, അലഹാബാദ്, രാജസ്ഥാൻ, മലയാളി സകലർ റോഡിലിറങ്ങിയിലെ അന്ത്യകാലത്ത്. ബൈബിളിനകത്തുണ്ടോ ആന്റി ക്രൈസ്റ്റ് ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് മനുഷ്യന്റെ ഡേറ്റ കമ്പ്യൂട്ടറിനകത്ത് പോകും. ഒരേകലോക മതം വരും, തീർന്നില്ല. രാജ്യങ്ങൾ ഇവിടെ തകരും, തീർന്നില്ല. സകല മനുഷ്യർ റോഡിലിളകുന്ന ഒരു കാലം. വായിച്ചാട്ട മോനെ, ഇതാ ബൈബിളിന്റെ തനിമ. യേശു പറഞ്ഞ പ്രവചനം ഇവിടെ നിവർത്തിയായി. അവൻ അത് അടുക്ക വാതിൽക്കൽ. വായിച്ചാട്ടെ വെളിപ്പാട് 13:7. എവിടാ? വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാൻ അതിന് അധികാരം ലഭിച്ചു. ആന്റി ക്രൈസ്റ്റിന്റെ അധികാരം കോവിഡിന്റെ മറവിൽ എവിടെ? അടുത്തത് സകല ഗോത്രത്തിന്മേലും. എല്ലാവരുടെയും ഡേറ്റ അവൻ കൊണ്ടുപോയി. കരം ഉയർത്തുന്നില്ലല്ലോ. എല്ലാവരുടെ ഡേറ്റ കോവിഡിന്റെ മറവിൽ അവൻ കൊണ്ടുപോയി. സകല ഗോത്രത്തിൽ. അടുത്തത് വംശത്തിന്മേലും, ഭാഷമേലും. എല്ലാ വംശക്കാര് അഥവാ മതത്തിന്റെ സകല വംശത്തെ അവൻ കയ്യിലെടുത്ത്. കത്തോലിക്ക സഭ, ഭാഷ, തമിഴ്നാട്ടുകാരെ ഇളകി കർഷക സമരത്തിൽ, പഞ്ചാബി ഇളകി, പിന്നെ അത് കഴിഞ്ഞിട്ട് രാജസ്ഥാൻകാരെ ഇളകി, എല്ലാരും കർഷക സമരത്തിൽ ഇളകി. അടുത്ത വാക്ക് ജാതിമേലും അധികാരം ലഭിച്ചു. എല്ലാ ജാതിക്കാരെ അവൻ ഇളക്കി. വെളിപ്പാട് 13:7. ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ ഡേറ്റ, കോവിഡിന്റെ മറവിൽ നരേന്ദ്രമോദി സാർ വത്തിക്കാനിൽ കയറി, കോവിഡിന്റെ മറവിൽ കർഷക സമരം, കോവിഡിന്റെ മറവിൽ താലിബാൻ വീണു. തീർന്നില്ല. അതിന്റെ ഒരു ചർച്ചയാണ് നടക്കുന്നത്. അദ്ദേഹം വത്തിക്കാനിലും ഈ G20 പോയപ്പോൾ 2-3 വ്യവസായികളെ കണ്ടു. അതിന്റെ പേരാ എലോൺ മസ്ക്. വേറൊരു വ്യവസായി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാ മൈക്രോസോഫ്റ്റിന്റെ തവലവൻ ബിൽഗേറ്റ്സ് മോഡി സാറിനോട് പറഞ്ഞു ഡീപോപ്പുലേഷൻ, ജനസംഖ്യ കുറയ്ക്കണം. ആ ജനസംഖ്യ കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോ കല്യാണപ്രായം എത്ര ആക്കി? 21 വയസ്സ്. കരം ഉയർത്തുന്നില്ലല്ലോ. സ്വോത്ര. ഇത് വത്തിക്കാനിൽ പോയി ഈ മോഡി സാർ ബിൽഗേറ്റ്സിനെ കണ്ടപ്പെടാ ഒരു ദാനിയേൽ എഴുതിയിട്ടുണ്ട് 7-ാം അധ്യായം. അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും അത്യുന്നതന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. കാലവും നിയമവും സമയവും എല്ലാം അവൻ കൈക്കലാക്കുമെന്ന്. സ്വോത്രം. അതുകൊണ്ട് ആ വിഭാഗപ്രായം മാറ്റിയത്. ഞാൻ യുഎന്നിന്റെ ഭരണഘടന ഞാൻ വായിച്ചു. 158 രാഷ്ട്രത്തിൽ വിഭാഗപ്രായം 18. പക്ഷെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് മോഡി സാർ പറഞ്ഞു സ്ത്രീകളുടെ വിഭാഗപ്രായം 21. നിയമം മാറ്റിയില്ലേ? അതാ യേശു പറഞ്ഞ അവൻ അടുക്ക വാതിൽക്കൽ. ഇതാ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ കാരാഗ്രഹത്തിനകത്ത് യോഹന്നാൻ ഉപദേശി കണ്ട ദർശനമാ. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഭാഷമേലും, സകല ഗോത്രത്തിന്മേലും, സകല ജാതിമേലും, സകല വംശത്തിന്മേലും അവൻ അധികാരം ലഭിച്ചെങ്കിൽ കോവിഡിന്റെ കാലത്ത് നമ്മുടെ ഡേറ്റ ഒരു കമ്പ്യൂട്ടറിൽ മോഡി സാർ മാർപ്പാപ്പയെ കണ്ടെങ്കിൽ, താലിബാന്റെ ഭരണം അവന്റെ കയ്യിൽ കിട്ടിയെങ്കിൽ, കർഷക സമരം നടന്നുവെങ്കിൽ, ഇതിന്റെ പിൻപിൽ ഒരു അന്ധകാര ശക്തി ഉലകത്തെ ഭരിക്കുവാൻ കർട്ടന് പിൻപിൽ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറഞ്ഞു അവൻ കസേരയ്ക്കകത്തിരിക്കുന്നതിന് മുമ്പ് മറ്റൊരുവൻ മധ്യാകാശത്തിൽ വരും. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവ് അവസാനത്തുള്ളി രക്തവും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരുക്കി കൊടുത്ത എന്റെ നാഥൻ 10,000 പേര് സുന്ദരനായി മധ്യാകാശത്തിൽ വെളിപ്പെടാൻ കാലമായി. പൊട്ടകുളം ദൈവമക്കളെ, മീഡിയയിൽ കാണുന്ന ദൈവമക്കളെ, കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവാ. യേശുവിന്റെ ശങ്കുലി വരവിന്റെ ധ്വനികൾ മധ്യാകാശത്തിൽ മുഴങ്ങാൻ കാലമായി. പൊട്ടകുളത്തെ ദൈവമക്കളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക.